Hello friends, welcome to Commerce Classroom. ബാങ്കിങ് എന്ന ഭാഗത്തു നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് തിയറീസുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ ഇൻകം ടാക്സിൽ നിന്നും ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസ് എന്ന ഭാഗത്തു നിന്നും അതേപോലെ ബിസിനസ് മാനേജ്മെന്റിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും PSC എക്സാമിനും അതുപോലെ തന്നെ UGC നെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏറെ യൂസ്ഫുൾ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ദ ഫസ്റ്റ് പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഫസ്റ്റ് പ്രസിഡൻസി ബാങ്ക് ആയിട്ടുള്ള ബാങ്ക് ഓഫ് ബംഗാൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1806-ലാണ്. 3 പ്രസിഡൻസി ബാങ്ക് ഉണ്ട്. ആ പ്രസിഡൻസി ബാങ്കിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. നെക്സ്റ്റ്, which was the India's first സ്വദേശി ബാങ്ക്. ഇന്ത്യയുടെ ഫസ്റ്റ് സ്വദേശി ബാങ്ക് അറിയപ്പെടുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യസ് ഫസ്റ്റ് സ്വദേശി ബാങ്ക്. നെക്സ്റ്റ്, the rate of interest payable on various deposits is determined by. ഡെപ്പോസിറ്റിന് നൽകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് ബാങ്കിങ് സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വേദകാലഘട്ടത്തിൽ തന്നെ ബാങ്കിങ് സംവിധാനം വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇൻഡിജീനിയസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും ആണ് ഉണ്ടായിരുന്നത്. അവർക്കായിരുന്നു വൈറ്റൽ റോൾ ഉണ്ടായിരുന്നത് ആ സമയത്ത്. ദെൻ ഫസ്റ്റ് ബാങ്ക് വരുന്നത് 1770-ൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ഫസ്റ്റ് ബാങ്ക് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഫസ്റ്റ് ബാങ്ക് 1770-ൽ ബൈ യൂറോപ്യൻസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ ലിക്വിഡേറ്റഡ് ഇൻ 1832. 1832-ൽ അത് ലിക്വിഡേറ്റ് ചെയ്തു. ദെൻ പിന്നീട് സെക്കൻഡ് ബാങ്ക് ആയിട്ട് അറിയപ്പെടുന്നത് ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1786-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ലേറ്റർ 3 പ്രസിഡൻസി ബാങ്ക് വയർ സെറ്റപ്പ്. അതിനുശേഷം 3 പ്രസിഡൻസി ബാങ്ക് സെറ്റപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അണ്ടർ ദ ചാർട്ടർ ഫ്രം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ 3 പ്രസിഡൻസി ബാങ്ക് സെറ്റപ്പ് ചെയ്തു. ഒന്ന് ബാങ്ക് ഓഫ് കൊൽക്കത്ത. 1806-ലാണ് ബാങ്ക് ഓഫ് കൊൽക്കത്ത എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ അത് റീനെയിംഡ് ആസ് ബാങ്ക് ഓഫ് ബംഗാൾ. 1809-ൽ അത് ബാങ്ക് ഓഫ് ബംഗാൾ ആയിട്ട് റീനെയിം ചെയ്തു. ദെൻ അതിന് രണ്ടാമത്തെ ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ബോംബെ. രണ്ടാമത്തെ പ്രസിഡൻസി ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ബോംബെ. 1840-ലാണ് ബാങ്ക് ഓഫ് ബോംബെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ തേർഡ് പ്രസിഡൻസി ബാങ്ക് ആണ് ബാങ്ക് ഓഫ് മദ്രാസ്. 1843-ലാണ് ബാങ്ക് ഓഫ് മദ്രാസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പ്രസിഡൻസി ബാങ്കും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഇയർ ഒന്ന് നോക്കി വെക്കുക. ബാങ്ക് ഓഫ് കൊൽക്കത്ത 1806, 2 ജൂൺ 1806 ആണ്. ബാങ്ക് ഓഫ് ബോംബെ 5 ഏപ്രിൽ 1840 ആണ്. ദെൻ ബാങ്ക് ഓഫ് മദ്രാസ് 1 ജൂലൈ 1843 ആണ് വരുന്നത്. ദെൻ 1921-ൽ ദീസ് 3 പ്രസിഡൻസി ബാങ്ക്സ് വെയർ അമാൽഗമേറ്റഡ് ഇൻടു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 1921-ൽ ഈ 3 ബാങ്ക്, നേരത്തെ പറഞ്ഞിട്ടുള്ള 3 പ്രസിഡൻസി ബാങ്കും ഇംപീരിയൽ ബാങ്ക് ആയിട്ട് മാറി. ഇംപീരിയൽ ബാങ്ക് വാസ് പ്രൈവറ്റ് ബാങ്ക്. ഇംപീരിയൽ ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു. ഈ 3 ബാങ്കും ബാങ്ക് ഓഫ് ബംഗാളും ബാങ്ക് ഓഫ് മദ്രാസും ബാങ്ക് ഓഫ് ബോംബെയും ഇംപീരിയൽ ബാങ്ക് ആയിട്ട് മാറി. ആ ഇംപീരിയൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട റോളാണ് കൊമേഴ്സ്യൽ ബാങ്ക് ആയിരുന്നു. ദെൻ ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്ക് ടു ദ ഗവൺമെന്റ്. ഈ 3 റോളുകളും ഇംപീരിയൽ ബാങ്കിന് ഉണ്ടായിരുന്നു. ദെൻ അതിനുശേഷം ലേറ്റർ ഓൺ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻസ് ഓഫ് ഇംപീരിയൽ ബാങ്ക് ഹാൻഡ് ഓവർ ടു RBI ഇൻ 1935. 1935-ൽ ഇംപീരിയൽ ബാങ്കിന്റെ എല്ലാ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻസ് ഓഫ് ഇംപീരിയൽ ബാങ്കിന്റെ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻസ് ഒക്കെ എന്താക്കി മാറ്റി? RBIക്ക് ഹാൻഡ് ഓവർ ചെയ്തു 1935. ദെൻ ഈ ഇംപീരിയൽ ബാങ്ക് 1955 ജൂലൈ 1-ാം തീയതി SBI ആയിട്ട് മാറി. ദ ഇംപീരിയൽ ബാങ്ക് ബിക്കെയിം SBI 1 ജൂലൈ 1955. അപ്പോൾ 3 പ്രസിഡൻസി ബാങ്ക് സെറ്റപ്പ് ചെയ്തു. ബാങ്ക് ഓഫ് കൊൽക്കത്ത, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഈ 3 പ്രസിഡൻസി ബാങ്ക് അമാൽഗമേറ്റ് ചെയ്തിട്ട് ഇംപീരിയൽ ബാങ്ക് ആയിട്ട് മാറി
1921. ദെൻ ഈ ഇമ്പീരിയൽ ബാങ്ക് ആണ് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത് 1955. ഇതിന്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് 1894 പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ 1934 RBI ആക്ട് പാസ് ചെയ്യുന്നത്. ദെൻ 1 April 1935 RBI came into force. RBI നിലവിൽ വരുന്നത് 1935 ഏപ്രിൽ 1 തീയതിയാണ്. 1934 RBI ആക്ട് പാസ് ചെയ്യുന്നത്. 1894 പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 14 banks nationalized on 19th July 1969. 1969 ജൂലൈ 19 14 ബാങ്ക് നാഷണലൈസ് ചെയ്യുന്നത്. Then അതിനുശേഷം 1980 ഏപ്രിൽ 15 6 more banks were nationalized. Then 1991 ബാങ്കിങ് സെക്ടർ റിഫോംസ് നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് ഫസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1991. Then ബാങ്കിങ് സെക്ടർ റിഫോംസ് സെക്കൻഡ് റെക്കമെൻഡേഷൻ ഓഫ് ബാങ്കിങ് സെക്ടർ റിഫോംസ് 1998 വരുന്നത് നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് 2. രണ്ടാമത് റിപ്പോർട്ട് 1998 ആണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ ബാങ്കിങ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. നേരത്തെ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. അപ്പോൾ ബാങ്കിങ് സ്ട്രക്ചർ ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കും ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സും. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിനെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആയിട്ടും ദെൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്, ദെൻ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇങ്ങനെ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പബ്ലിക് സെക്ടർ ബാങ്ക്സ്, നാഷണലൈസ്ഡ് ബാങ്ക്സ്, ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ പെട്ടതാണ് ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ന്യൂ പ്രൈവറ്റ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, പേയ്മെന്റ് ബാങ്ക്, ലോക്കൽ ഏരിയ ബാങ്ക്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്താൽ വളരെ നന്നാവും. ദെൻ പിന്നെ ഫോറിൻ ബാങ്ക്സ്, ദെൻ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇങ്ങനെയാണ് ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദെൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇത്. അർബൻ കോപ്പറേറ്റീവ്സ്, റൂറൽ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് റെഫർ ചെയ്താൽ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The banks which provide long-term finance is. Long-term finance provide ചെയ്യുന്ന ബാങ്ക്സിന് നമുക്ക് എന്ത് പറയാം? ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയാം. Then the system where two or more banking companies are controlled by one or two individuals is called. ഒന്നോ രണ്ടോ ഇൻഡിവിജ്വൽസ് രണ്ടോ അതിലധികമോ ബാങ്കിങ് കമ്പനീസിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തെ ചെയിൻ ബാങ്കിങ് എന്നാണ് പറയാം. Then which banks provide short term capital to agriculturist? ഏത് ബാങ്കാണ് അഗ്രികൾച്ചറിസ്റ്റിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് ബാങ്ക്. നെക്സ്റ്റ് വൺ, the saving bank account that does not operate for more than 24 months, then the account is called. 24 മാസത്തിലധികമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാതെ കിടക്കുന്ന സേവിംഗ് ബാങ്ക് അക്കൗണ്ടിനെ പറയുന്ന പേരെന്താണ്? ഡോർമെന്റ് അക്കൗണ്ട് എന്നാണ് പറയാം. അത് 12 months ആണ് എന്നുണ്ടെങ്കിൽ ഇനാക്റ്റീവ് അക്കൗണ്ട് ആണ് അതിനെ പറയുന്ന പേര്. നെക്സ്റ്റ്, the Banking Regulation Act was initially passed by what name? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ് ചെയ്ത സമയത്തുള്ള പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949. ആക്ട് പാസ് ചെയ്ത സമയത്ത് അതിന്റെ പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിരുന്നു. ഇപ്പോ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാണ് അറിയപ്പെടുക. നെക്സ്റ്റ്, who wrote the book The Problem of the Rupee, Its Origin and Its Solution? ഈ ബുക്ക് ആരാണ് എഴുതിയിട്ടുള്ളത്? BR അംബേദ്കർ ആണ്. അദ്ദേഹത്തിന്റെ ഈ ബുക്കിലാണ് RBI എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. RBI എന്നൊരു കോൺസെപ്റ്റ് ഈ ഒരു ബുക്കിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് വൺ, which is not the primary function of commercial bank? കൊമേഴ്സ്യൽ ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? ലോക്കർ ഫെസിലിറ്റി ആണ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ എന്നുള്ള ഭാഗം കൃത്യമായിട്ട് ധാരണ വേണം. അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് നോട്ട് ദ ഏജൻസി ഫംഗ്ഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്? കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഏജൻസി ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് ആണ് വരുന്നത്. ദെൻ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ഓഫ് എ കൊമേഴ്സ്യൽ ബാങ്ക് ഇൻക്ലൂഡ്.
താഴെ പറയുന്നവയിൽ ജനറലി യൂട്ടിലിറ്റി സർവീസ് ഒക്കെ ആയിട്ട് വരുന്നത് ഏതാണ്? ഇതിലെല്ലാം ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആണ്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്കിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഒന്ന് പറയാം. പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, കൺവെൻഷണൽ ഫങ്ഷൻസും മോഡേൺ ഫങ്ഷൻസും. കൺവെൻഷണൽ ഫംഗ്ഷനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി ഫംഗ്ഷൻസും സെക്കൻഡറി ഫംഗ്ഷൻസും. അതിൽ പ്രൈമറി ഫംഗ്ഷൻസ് ആണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ക്രെഡിറ്റ് ക്രിയേഷൻ, യൂസ് ഓഫ് ചെക്ക് സിസ്റ്റം. അപ്പൊ ഈ 4 കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം. അപ്പൊ ഈ ഒരു 4 പ്രധാനപ്പെട്ട പ്രൈമറി ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. സെക്കൻഡറി ഫംഗ്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഏജൻസി സർവീസസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. അതിൽ ഏജൻസി സർവീസസ് ആണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, കളക്ഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ക്രെഡിറ്റ്, കളക്ഷൻ ഓഫ് ഡിവിഡൻസ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, ആക്ടിംഗ് ആസ് റെപ്രസെന്റേറ്റീവ് ഓർ കറസ്പോണ്ടന്റ്, റെമിറ്റൻസ് ഓഫ് ഫണ്ട്. ദെൻ ജനറൽ യൂട്ടിലിറ്റി സർവീസസിൽ വരുന്നതാണ് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്, ലോക്കർ ഫെസിലിറ്റി, ഇഷ്യൂയിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ആക്ടിംഗ് ആസ് അണ്ടർറൈറ്റേഴ്സ്, ആക്ടിംഗ് ആസ് റെഫറി, issuing of travelers check, dealing in foreign exchange, issuing of gift check, merchant banking service. ഇതൊക്കെ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആണ്. മോഡേൺ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഫംഗ്ഷൻസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ATM സർവീസസ്, ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി, ടെലി ബാങ്കിങ്, ഇന്റർനെറ്റ് ബാങ്കിങ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, RTGS ഓർ NEFT അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് മോഡേൺ ഫംഗ്ഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. RBI നാഷണലൈസ്ഡ് ഓൺ. RBI നാഷണലൈസ് ചെയ്തിട്ടുള്ളത് 1st January 1949 ഓക്കെ, പ്രധാനപ്പെട്ട ഒന്നാണ്. Then which is the financial year of RBI? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 1st July to 30th June ആണ് RBIയുടെ ഫിനാൻഷ്യൽ ഇയർ. കൃത്യമായ രീതിയിൽ നോട്ട് ചെയ്യാം. Then 14 commercial banks nationalized on. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു, 14 ബാങ്ക് നാഷണലൈസ് ചെയ്തത് 19th July 1969. Next one, credit control refers to. Credit control എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ റെഗുലേഷൻ ഓഫ് ക്രെഡിറ്റ് എന്നും പറയാറുണ്ട്. ബോത്ത് ക്രെഡിറ്റ് എക്സ്പാൻഷൻ ആൻഡ് ക്രെഡിറ്റ് കോൺട്രാക്ഷൻ, ഇതിനെയാണ് റെഗുലേഷൻ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയാം. നെക്സ്റ്റ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. താഴെ പറയുന്നവയിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ഏതാണ്? ഓൾ ഓഫ് എബോവ്. ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ആണ്. അപ്പൊ ഏതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ്, അതേപോലെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ധാരണ എല്ലാവർക്കും വേണം. ദ നെക്സ്റ്റ്, ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ. ബാങ്ക് റേറ്റ് എന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്ക് വാണ്ട്സ് ടു കോൺട്രാക്ട് ദ ക്രെഡിറ്റ്, ഇറ്റ് ഇൻക്രീസസ് ദ ബാങ്ക് റേറ്റ്. അപ്പോൾ കോൺട്രാക്ഷൻ ഓഫ് ക്രെഡിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് റേറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് വൺ, സെൻട്രൽ ബാങ്ക് ബിഗിൻസ് ടു പർച്ചേസ് സെക്യൂരിറ്റീസ് ഇൻ ഓപ്പൺ മാർക്കറ്റ്, ഇറ്റ് ലീഡ്സ് ടു. ഓപ്പൺ മാർക്കറ്റിൽ നിന്നും സെൻട്രൽ ബാങ്ക് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്? കോൺട്രാക്ഷൻ ഓഫ് ക്രെഡിറ്റ് ആണോ, എക്സ്പാൻഷൻ ഓഫ് ക്രെഡിറ്റ് ആണോ, ഇനി ഇത് രണ്ടുമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എക്സ്പാൻഷൻ ഓഫ് ക്രെഡിറ്റ് ആണ്. ദ നെക്സ്റ്റ്, വിച്ച് ഈസ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. താഴെ പറയുന്നവയിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലാത്തത് ഏത്? ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ആണ്. Then which is not a quantitative method of credit control? Rationing of credit. Rationing of credit qualitative method of credit control ആണ്. നമുക്ക് ഏതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് അല്ലെങ്കിൽ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് 4 ആണുള്ളത്. ഒന്ന്, ബാങ്ക് റേറ്റ് പോളിസി. സെക്കൻഡ് വൺ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. തേർഡ് വൺ, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, ദാറ്റ് ഈസ് CRR. Then fourth one, variable statutory liquidity ratio, SLR. ഇതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് എന്ന് പറയാം, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ. Then second, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ഏതൊക്കെയാണ്? റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെന്റ്സ്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ക്രെഡിറ്റ്, റാഷനിങ് ഓഫ് ക്രെഡിറ്റ് ഓർ ക്രെഡിറ്റ് റാഷനിങ്, ഡയറക്റ്റ് ആക്ഷൻ, മോറൽ സുവേഷൻ ഓർ പെർസുവേഷൻ, ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളിനെ കുറിച്ച് ചെറിയൊരു ധാരണ വേണം. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആൻഡ്
qualitative credit control preference. Next one, RBI formed as per the recommendation of option B ആണ് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് RBI ഫോം ചെയ്യുന്നത്. വിച്ച് റേറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ബെഞ്ച്മാർക്ക് റേറ്റ്? താഴെ പറയുന്നവയിൽ ബെഞ്ച്മാർക്ക് റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? റിപ്പോ റേറ്റിനെയാണ് ബെഞ്ച്മാർക്ക് റേറ്റ് എന്ന് പറയാം. ഓക്കെ. വാട്ട് വാസ് ദ നെയിം ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് SBI, ബിഫോർ ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ SBI ആക്ട്? SBI ആക്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, എന്താണ്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് 1955 എന്തായിട്ട് മാറിയത്? SBI ആയിട്ട് മാറിയത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് വൺ ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നെഗോഷ്യബിൾ ബൈ യൂസേജ് ഓർ കസ്റ്റം. യൂസേജിന്റെയും കസ്റ്റംസിന്റെയും അടിസ്ഥാനത്തിൽ നെഗോഷ്യബിൾ ആയിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഷെയർ വാറന്റ്. നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 പ്രകാരം പ്രധാനമായിട്ടും 3 ഇൻസ്ട്രുമെന്റ് ആണുള്ളത്. ഒന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, മറ്റൊന്ന് പ്രൊമിസറി നോട്ട്, ദെൻ മറ്റൊന്ന് ചെക്ക്. ഇത് 3 ആണുള്ളത് എന്ന് മനസ്സിലാക്കാം. ദെൻ the document drawn by a debtor on the creditor agreeing to pay a certain sum is called. ഒരു നിശ്ചിത ഒരു നിശ്ചിത എമൗണ്ട് ക്രെഡിറ്റർക്ക് നൽകാം എന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രിമെന്റ് കൊടുക്കുന്ന ആ ഒരു ഡോക്യുമെന്റിനെ പറയുന്ന പേരാണെന്ത്? പ്രൊമിസറി നോട്ട്. അപ്പൊ ഈ പ്രൊമിസറി നോട്ടും ചെക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ചും, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ആക്ട് പ്രകാരമുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് നിങ്ങൾ റെഫർ ചെയ്യുന്നാൽ വളരെ നന്നാവും. ദെൻ ദ റീസണബിൾ പീരീഡ് അലൗഡ് ഇൻ ഇന്ത്യ ഫോർ ദ പ്രസന്റേഷൻ ഓഫ് എ ചെക്ക് ഈസ്. റീസണബിൾ പീരീഡ് എത്രയാണ്? ചെക്ക് പ്രസന്റ് ചെയ്യാനുള്ള റീസണബിൾ പീരീഡ് എന്ന് പറയുന്നത് 3 months ആണ് അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് 3 months. ദെൻ ദ ഡോക്യുമെന്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ മേക്കിംഗ് ലോക്കൽ പേയ്മെന്റ് ഈസ്. ലോക്കൽ പേയ്മെന്റിന് മാത്രം യൂസ് ചെയ്യുന്ന താഴെ പറയുന്ന ഡോക്യുമെന്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് എ ബാങ്കേഴ്സ് ചെക്ക്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സബ്ജക്റ്റിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു ഓൾ.